ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13-ന് ജില്ലയിൽ അവലോകന യോഗം ചേർന്നു. 30 വാർഡുകളെ ഉത്സവ മേഖലയാക്കി തിരിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാർച്ച് 29 വരെ റൺവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇത്തവണ പൊങ്കാല ദിനത്തിൽ എയർക്രാഫ്റ്റ് മാർഗേനയുള്ള പുഷ്പവൃഷ്ടി ഉണ്ടാവില്ല. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് 30 വാർഡുകളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചു. പൊങ്കാല ദിവസമായ മാർച്ച് 13-ന് ജില്ലയ്ക്ക് അവധി നൽകുന്നതിന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ടെന്ന് അവലോകന യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഉത്സവങ്ങളിൽ നിർബന്ധിത പിരിവ് പാടില്ലെന്നും ഉത്സവ ദിവസങ്ങളിലും പ്രത്യേകിച്ച് പൊങ്കാല ദിനത്തിലും വിതരണം ചെയ്യുന്ന ഭക്ഷണം, വെള്ളം എന്നിവയിൽ അതീവ ശ്രദ്ധ വേണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. കൂടാതെ ദൂരദേശങ്ങളിൽ നിന്ന് വിളക്കുകെട്ടുമായി വരുന്നവർ ഗതാഗത തടസ്സം സൃഷ്ടിക്കരുതെന്നും പരസ്യങ്ങൾ കോടതിയുടെ അനുമതി വാങ്ങി മാത്രം സ്ഥാപിക്കണമെന്നും വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാർച്ച് 29 വരെ റൺവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിമാന സർവീസുകൾ നടത്തുന്നില്ല. അതിനാൽ പൊങ്കാല ദിവസത്തിൽ എയർക്രാഫ്റ്റ് മാർഗേനയുള്ള പുഷ്പവൃഷ്ടി ഇത്തവണ ഉണ്ടാകില്ല. കോർപ്പറേഷൻ പരിധിയിലും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാർ വാർഡിലും പൊങ്കാലയുടെ തലേ ദിവസം വൈകുന്നേരം 6 മുതൽ പൊങ്കാല ദിവസം വൈകുന്നേരം 6 വരെ മദ്യനിരോധനം ഏർപ്പെടുത്തും. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചു വേണം പൊങ്കാല മഹോത്സവം നടത്താനെന്നും തീരുമാനമെടുത്തു. പെട്രോൾ പമ്പുകൾക്ക് സമീപം അടുപ്പുകൂട്ടുന്നത് ഭക്തജനങ്ങൾ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പുണ്ട്. സബ് കളക്ടർ ആൽഫ്രഡ് ഓവിയാണ് പൊങ്കാലയുടെ നോഡൽ ഓഫീസർ. പൊങ്കാലയോടനുബന്ധിച്ച് 3000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ 2 ഘട്ടങ്ങളിലായി വിന്യസിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസും അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.